ഇന്ത്യ സിംബാബ്വെ നാലാമത്തെ T20 ഇന്നാണ്. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ഓൾറെഡി 2-1 പരമ്പരയിൽ ഇന്ത്യ മുന്നിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഓവർ തീർന്നു. 18ാമത്തെ ഓവറിലാണ് സഞ്ജു കളിച്ചത്. ഇപ്പോഴത്തെ സഞ്ജുവിന് സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് സഞ്ജു നേരത്തെ ഇറങ്ങും. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് ഇന്നത്തെ T20യിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സിംബാബ്വെ 4ാം T20യെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു മാച്ചിൽ മാത്രമാണ് ഇന്ത്യ കളി തോറ്റത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലാണ് ഓപ്പണിംഗിൽ കളിച്ചത്. സ്ലോ ബാറ്റിംഗ് കാഴ്ചവെച്ച് ഒരുപാട് ബോളുകൾ വേസ്റ്റാക്കി. ഇപ്പോഴിതാ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പഴയതുപോലെ തന്നെ അഭിഷേക് ശർമ്മ ഇന്ന് ഓപ്പണിംഗിൽ കളിക്കും. സെഞ്ചുറി അടിച്ച അഭിഷേകിനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണിംഗിൽ നിന്ന് ഗില്ല് മാറ്റിയത്. ഇന്ന് ജയ്സ്വാളും അഭിഷേകുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ സഞ്ജു 3ാം നമ്പറിൽ കളിക്കും. ഇനി അഭിഷേക് 1 ഡൗണിലാണ് കളിക്കുന്നതെങ്കിൽ സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. സഞ്ജുവിനെ അവസരം കൊടുക്കാൻ വേണ്ടിയാണ് നേരത്തെ കളിപ്പിക്കുന്നത്. ഗില്ലിനും ഋതുരാജിനും ഒരുപാട് അവസരം ഈ T20 സീരീസിൽ കിട്ടി. പക്ഷേ സഞ്ജു 5ാമത് ഇറങ്ങുന്നതുകൊണ്ട് താരത്തിന് കളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സഞ്ജുവിനെ നേരത്തെ ഇറക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ മാച്ചിൽ ഋതുരാജിനെ റെസ്റ്റ് കൊടുത്ത് റിയാൻ പരാഗിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. താരത്തിന് ഇതുവരെ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. ഒരു മാച്ചിൽ മാത്രമാണ് പരാഗ് കളിച്ചിട്ടുള്ളത്. അതിൽ താരത്തിന് ഫോം ആകാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ജയ്സ്വാൾ, സഞ്ജു, അഭിഷേക് ശർമ്മ, ഗില്ല്, റിയാൻ പരാഗ്, ശിവൻ ദൂബെ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, ഖലീൽ അഹമ്മദ്. ഇന്നത്തെ കളി ആവേശമാകാൻ സാധ്യതയുണ്ട്. കാരണം സിംബാബ്വെക്ക് പരമ്പര വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്കിന്ന് ജയിച്ചേ മതിയാവൂ. ഒരുപക്ഷെ നമുക്കിന്ന് സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.